ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വന്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹീതരെ, നമ്മുടെ ഭദ്രാസനത്തിലെ വിവിധ ഡിസ്ട്രിക്റ്റുകളിൽ മേഖലാ കൺവെൻഷനുകളായി ഈ വർഷം സുവിശേഷ പ്രഘോഷണം വേണമെന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ സമിതികളിൽ ആലോചിച്ച്, ആ ഭാഗത്തുള്ള വൈദികരോട് ആലോചിച്ച് അതിൻ്റെ ആദ്യത്തെ ഒരു ക്രമീകരണമാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്നത്. മാർച്ച് മാസം 5ഉം 6ഉം തീയതികളിൽ മീനങ്ങാടി ഡിസ്ട്രിക്റ്റിലുള്ള പള്ളികളുടെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള കൺവെൻഷൻ മീനങ്ങാടി സെൻറ്റ് പീറ്റേഴ്സ് വലിയ പള്ളിയിലും നടക്കും. വർഷത്തിൽ ഒരിക്കൽ വലിയ നോമ്പിൽ നടക്കുന്ന സ്ത്രീ സമാജത്തിൻ്റെ ധ്യാനയോഗം ഈ പ്രാവശ്യം 3 ഡിസ്ട്രിക്റ്റുകളായി നടക്കും. അങ്ങനെ നമ്മൾ ഒരു പ്രാരംഭവും സതുദ്ദേശപരമായ ഒരു പ്രവർത്തനം ചെയ്യുകയാണ്. അത് എല്ലാവരും പ്രയോജനപ്പെടുത്തി. സ്വാഗത പ്രസംഗനായ ബേബി യോണച്ചൻ സൂചിപ്പിച്ചതുപോലെ ഭദ്രാസനമായി, ദേവാലയമായി, വൈദികരായി ആധ്യാത്മിക സ്രോതസ്സുകൾ വിശ്വാസികൾക്ക് നൽകുമ്പോൾ അത് പ്രയോജനപ്പെടുത്തുവാൻ, അതിലേക്ക് ആഭിമുഖ്യത്തോടെ പങ്കുകൊള്ളുവാനുള്ള ഒരു ആഹ്വാനമായി എവരും കരുതിയാൽ മതി. എല്ലാ ജീവജാലങ്ങളും, പ്രത്യേകിച്ച് സസ്യങ്ങൾ പോലും അതിൻ്റെ കാലത്തെയും അത് നിലനിൽക്കുന്ന ചുറ്റുപാടിൻ്റെയും രീതി സ്വഭാവം അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉൾക്കൊള്ളും. ജീവജാലങ്ങളായ മനുഷ്യരുൾപ്പെടുന്ന പക്ഷി മൃഗാദികളെ സംബന്ധിച്ച് അത് വളരെ ഓബ്വിയസാണ്. സസ്യങ്ങളെ സംബന്ധിച്ചും അത് വളരെ ഓബ്വിയസ് ആയിരുന്നു തന്നെയാണ്. അത് മറ്റൊന്നുമല്ല, ചൂട് കൂടി എന്ന് നാം അറിയുന്നത്, ചൂട് കൂടുന്നു എന്ന് നാം അനുഭവിക്കുമ്പോൾ തന്നെ നമുക്ക് ചുറ്റുപാടുമുള്ള എല്ലാ വൃക്ഷങ്ങളും ചിലതൊക്കെ പ്രത്യേകിച്ചും അതിനുവേണ്ടി ഒരുങ്ങും. റബ്ബർ മരങ്ങളും ഇലപൊഴിക്കുന്ന വൃക്ഷങ്ങളുമൊക്കെ ഇല പൊഴിച്ച് കളയുന്നത് അധികം ചൂടും ക്ഷതവും ഈ വേനൽക്കാലത്ത് പറ്റാതെ ഇരിക്കാനാണ്. അങ്ങനെ അതിന് നിലനിൽക്കുന്നതിന്, അതിൻ്റെ ഒരു രൂപാന്തരത്തിന് വേണ്ടി അത് നമ്മളെക്കാൾ സവിശേഷ ബുദ്ധിയുള്ളതല്ല എങ്കിൽ പോലും ശ്രമിക്കുന്നത് നോമ്പ് കാലത്ത് നമ്മളെ പോലെ സവിശേഷ ബുദ്ധിയുള്ള ദൈവത്തിൻ്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ദൈവത്തോളം വളർന്ന് ആ ദൈവത്തിൽ ലയിക്കുവാൻ, ചേരുവാൻ തക്കവണ്ണം നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടുള്ളവർ എന്നുള്ള നിലയിൽ ഈ നോമ്പിനോട് ചേർന്ന് അത്തരത്തിൽ പ്രവർത്തിക്കാൻ ഒരു ആഹ്വാനമുണ്ട്. ഒരു കാര്യം മാത്രം ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ വിശുദ്ധ കുർബാനയിൽ നാം വായിച്ചു കേട്ട എവങ്കേലിയൻ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അത് അവസാനിക്കുമ്പോൾ യേശു തൻ്റെ അടയാളങ്ങളുടെ ആരംഭമായി കാനാവിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റി അവന്റെ മഹത്വം വെളിപ്പെടുത്തി. ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇതൊരു ഗ്രാമത്തിലല്ല നടന്നത്, കൊത്തിനെ പട്ടണത്തിലാണ്. ഗ്രാമത്തിലാണെങ്കിൽ ഇതുപോലെ കല്യാണത്തിൻ്റെ ചടങ്ങും വിരുന്നിനും ഉള്ള മുഖമല്ല പട്ടണത്തിൽ ആണെങ്കിൽ. അപ്പോൾ ഒരു കുറവുണ്ടെങ്കിൽ പട്ടണത്തിലാണെങ്കിൽ അത് കൂടുതൽ ആ കുടുംബത്തെ ദോഷകരമായി ബാധിക്കും. അപമാനം കുറച്ചുകൂടെ വലുതായിരിക്കും. സംഭവിച്ചിട്ടുള്ളതെല്ലാം നമുക്ക് അറിയാം. നമ്മുടെ പൗരസ്ത്യ സഭയുടെ ആധ്യാത്മിക ജീവിതത്തിൽ
നമ്മുടെ ആരാധന ജീവിതത്തിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വേദഭാഗം. രണ്ട് തുടക്കങ്ങൾ അതിൽ ഉണ്ട്. ഒന്ന്, യേശു തമ്പുരാന്റെ പരസ്യ ശുശ്രൂഷയിലെ അടയാളങ്ങളുടെ ആരംഭമാണത്. ആരാധനപരമായി നമ്മെ സംബന്ധിച്ച് വിശുദ്ധ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തുടക്കവുമാണ്. രണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ്സ്, രണ്ട് ബിഗിനിങ്സ് merges together. അടയാളം എന്ന ഈശ്വരൻ പ്രവർത്തിച്ച നാളുകൊണ്ട് ആ അടയാളത്തിൽ തന്നെ പ്രസക്തിയുണ്ട്, പരിവർത്തനോന്മുഖമായ ഭാവമുണ്ട്, അത് പരിവർത്തനം വരുത്തുകയും ചെയ്യും. എങ്കിലും അടയാളം എന്നതുകൊണ്ട് പൊതുവെ സമയ എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിക്കുന്നത്, സൈൻ എന്ന ഇംഗ്ലീഷ് വാക്കാണ് അതിന് ഉപയോഗിക്കുന്നത്. അടയാളമെന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്നു. സൂചിതം, സൂചന, മുൻകുറി എന്നൊക്കെ മലയാള ഭാഷയിലേക്ക് അതിനെ വിവർത്തനം ചെയ്യാൻ സാധിക്കും. അടയാളം ഒരേ സമയത്ത് യേശുദാൻ പ്രവർത്തിച്ച ഇത് അതിൽ തന്നെ പൂർണ്ണമാണ്. പൂർണ്ണമെന്ന് പറഞ്ഞാൽ സാധാരണമായി അല്ല. അവിടുത്തെ സംഭാഷണത്തിൽ പറയുന്നുണ്ട്, സാധാരണമായി യൂഷ്വലി വിരുന്നിലേക്ക് ആളുകളെ വിളിക്കുമ്പോൾ മേൽത്തരമായ ഫൈനസ്റ്റ് ക്വാളിറ്റി വൈൻ ആദ്യമേ കൊടുക്കും. ആളുകളൊക്കെ ഭക്ഷണം കഴിച്ച് കുടിച്ച് അതിൻ്റെ ലഹരി പിടിച്ചു കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ലോ ക്വാളിറ്റിയിലുള്ള ഇളപ്പമായതെന്നൊക്കെ പഴയ മലയാളത്തിൽ വെച്ചാൽ, സത്യത്തിൽ വൈനുകൾക്ക് വീര്യം കൂടുന്നതും ക്വാളിറ്റി കൂടുന്നതും വർഷങ്ങൾ ഇരിക്കുമ്പോഴാണ്. അപ്പൊ ഇളപ്പമായതെന്ന് പഴയ വിവർത്തനത്തിൽ പറയുമ്പോൾ wine of a recent origin, but naturally its quality is low than a strong wine എന്ന അർത്ഥത്തിലാണ്. വ്യക്തമായി നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുവാണെങ്കിൽ അത് നല്ല വീഞ്ഞും നിലവാരം കുറഞ്ഞ വീഞ്ഞും, ഇതാണ് സാധാരണ ചെയ്യുന്നത്. യേശുദമ്പരാൻ വെള്ളത്തെ വീഞ്ഞാക്കുന്നതാണ് കർത്താവിന്റെ അത്ഭുത പ്രവർത്തികളുടെ തുടക്കമെങ്കിൽ യേശുദമ്പരാന്റെ അത്ഭുത പ്രവർത്തികളുടെ അവസാനം എന്താണ്? അതാണ് നമ്മളെ കുറിച്ച് ചിന്തിക്കേണ്ടത്. If converting ordinary water into finest quality wine is the first sign that Jesus did, what does it mean? What it point out to us? അത് ആരാധനാപരമായി മനസ്സിലാക്കാനായിട്ടാണ് 40 ദിവസ പ്രാർത്ഥന, ഉപവാസം, നോമ്പ് ആ തരത്തിൽ അവസാനിക്കുമ്പോൾ, നോമ്പ് അവസാനിക്കുന്നില്ല, ടെക്നിക്കലി 40 അവസാനിക്കുമ്പോൾ അതിന് പിറ്റേ ദിവസം ലാസറിന്റെ ശനിയാഴ്ച എന്ന് നമ്മുടെ വേദശാസ്ത്രത്തിൽ, നമ്മുടെ ആരാധനയിൽ, നമ്മുടെ ആധ്യാത്മികതയിൽ പ്രധാനമായ ഒരു ദിവസമുണ്ട്. അതിന് പിറ്റേ ദിവസം എന്താ? ഓശാന ഞായറാഴ്ച. അന്ന് ലാസറിനെ അനുസ്മരിക്കുക. എന്താ ലാസറിനെ അനുസ്മരിക്കുന്നത്? എങ്ങനെയാണോ പച്ചവെള്ളം മേൽത്തരമായ വീഞ്ഞായി മാറിയത്, അതുപോലെ മണ്ണിനോട് ചേർന്ന് അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആയി ഡീകമ്പോസ് ചെയ്യുന്നതായ ഓർഡിനറി ഫ്രജൈൽ ഹ്യൂമൻ ബോഡി ഈസ് recomposed again and he became a living being. ദുർഗന്ധം വമിക്കുന്ന സഹോദരിമാരുടെ ആ ഒരു സർട്ടിഫിക്കറ്റിന് അതീതമായി ലാസർ എന്ന പേരോടുകൂടി മരിച്ചവനായ ലാസർ സജീവനായി കല്ലറയിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ്. യേശുദമ്പുരാന്റെ അടയാളങ്ങളുടെ ഈ ഒന്നിൽ നിന്ന് തുടങ്ങി അങ്ങനെ 7 അടയാളങ്ങൾ യേശുദമ്പുരാൻ പ്രവർത്തിച്ചിട്ട് അവസാനമായി ലാസറിനെ ഉയർപ്പിക്കുന്നു. അധികം താമസിക്കാതെ ലാസറിനെ ഉയർപ്പിച്ചവൻ തന്നെ ഉയർത്തെഴുന്നേറ്റ് ലോകത്തിൽ സർവ മനുഷ്യർക്കും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തിന്റെ അടയാളമായ ഒരു സൂചനയും കൂടെ നൽകുന്നു. എന്ത് അനുക്രമമായ ഒരു വളർച്ചയാണ്, എന്ത് അനുക്രമമായ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഈ സൃഷ്ടിക്കും മനുഷ്യർക്കും ദൈവം നൽകുന്നത് എന്ന് നാം അറിയണം. വിരുന്നുശാലയിൽ വന്ന് ആളുകൾക്ക് നല്ല തീന്മേശ ഒരുക്കി
അങ്ങനെ ഒരു കേറ്ററിംഗ് സർവീസ് നടത്താനല്ല യേശു വന്നത്. പിന്നെന്തിനാ ടീച്ചറെ വന്നത്? യേശു തമ്പുരാൻ വന്നത് മരണത്തിന് അതീതനായ മനുഷ്യന്റെ ആ സൃഷ്ടി വൈഭവത്തിൽ ഉണ്ടായിരുന്നതായ ചാരുതയിൽ, രൂപഭംഗിയിൽ, വിശുദ്ധിയിൽ, അതിൽ ദൈവത്തിന്റെ ഛായയിലും പ്രതിഷ്ഠ സ്വരൂപത്തിലുമാകുന്നത് വീണ്ടെടുത്ത് നൽകുന്ന ആ വലിയ വീണ്ടെടുപ്പിന്റെ അടയാളം കൂടെയാണ്. ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാം. മണവാളനെ വിളിച്ച് പ്രധാനപ്പെട്ട ചീഫ് സ്റ്റ്യൂവർഡ് ഓഫ് ദ ബാങ്ക്വറ്റ് പറഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സാധാരണമായി ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അസാധാരണമായി ഇത് സംഭവിച്ചിരിക്കുന്നു. ആരും അറിയുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിലെ സുവിശേഷ പ്രസംഗകരും കൃപാനിർഭരങ്ങൾ ലഭിച്ചവർ പ്രവർത്തിക്കുന്നതിന് നമ്മുടെയൊക്കെ മനസ്സിൽ ആത്മീയ ജീവിതത്തെ കുറിച്ച് ഉള്ള പ്രകടന തൽപരത, വ്യഗ്രത ഉള്ളിൽ വഹിക്കുന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ അതിനെ നോക്കാൻ വേണ്ടിയാണ് യേശു തമ്പുരാൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. യേശു തമ്പുരാൻ നമ്മളെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചു വന്നതല്ല. പക്ഷേ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം absolutely demanded by the present time in the context, യേശു തമ്പുരാൻ അങ്ങനെയൊന്ന് പ്രവർത്തിച്ചതേ ഉള്ളൂ. അതിന്റെ നല്ല വീഞ്ഞി പകർന്ന് സദ്യ നല്ല മേൽത്തരമാക്കിയതിന്റെ പേരും പ്രശംസയും പ്രസിദ്ധിയും ആർക്കാണ് നൽകിയത്? അല്ല, മണവാളന്. ആർക്കാ? വീട്ടുകാരനായ മണവാളന്. യേശു ആദ്യത്തെ അടയാളം ചെയ്തതിന്റെ മഹത്വം ആർക്ക് പോയി? ദൈവത്തിന്. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. മനുഷ്യരായ വിശ്വാസികളായ നാം എല്ലാം രണ്ട് യാഥാർത്ഥ്യങ്ങളുടെ ഇടയിലാണ് ജീവിച്ചു പ്രവർത്തിക്കുന്നത്. ഒന്ന് ദൈവം, രണ്ട് മനുഷ്യൻ. ദൈവോന്മുഖമായ ഒരു ഭാഗവും മനുഷ്യോന്മുഖമായ ഒരു ഭാഗവും, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. It should intersect in our spirituality. അല്ലാതെ ഞാൻ ദൈവത്തോട് പറയുകയും മനുഷ്യരിൽ നിന്ന് അങ്ങനെയോ മനുഷ്യരിൽ നിന്ന് വികലമാവുകയോ ചെയ്ത ആ ബന്ധത്തിൽ എന്തോ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് ദൈവത്തിന് മഹത്വം, ഗ്ലോറി മസ്റ്റ് ഗോ ടു ഗോഡ് ആൻഡ് ഓണർ മസ്റ്റ് ഗോ ടു പീപ്പിൾ. അപ്പോ ഇത് രണ്ടും യേശു തമ്പുരാന്റെ അടയാളത്തോടുകൂടെ ചെയ്തെങ്കിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ ഇവിടെ ഇരിക്കുന്നവരെ ശരിക്കും ചൂട് തുടങ്ങിയപ്പോൾ പക്ഷിമൃഗാദികൾ, സസ്യലതാദികൾ അവയുടെ നിലനിൽപ്പിന് വേണ്ടി അവർ ചെയ്യുന്നതായ നാച്ചുറൽ ഇമ്പൾസിനനുസരിച്ചുള്ള പ്രവർത്തനം പോലെ വിവേകബുദ്ധിയുള്ളവർ നോമ്പ് തുടങ്ങിയപ്പോൾ ശരിക്കും ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ എന്ത് ചെയ്യും? മനുഷ്യർക്ക് മാനം നൽകുവാൻ, മനുഷ്യനെ ബഹുമാനിക്കാൻ, മനുഷ്യരുണ്ട് എന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ, ദൈവത്തെ ഭയപ്പെടുകയും മനുഷ്യനെ ബഹുമാനിക്കുകയും ചെയ്യും. നമ്മുടെ ഇടയിൽ ഇങ്ങനെ മനുഷ്യനെ ബഹുമാനിക്കാത്ത ധാരാളം പേരുണ്ട്. അവരുടെ ഒരു ചെറിയ തട്ടകമുണ്ട്. വീട്, തൊഴുത്ത്, അതിനോടനുബന്ധമായ ഇച്ചിരി വരുമാനം കിട്ടുന്ന പ്രവർത്തന മേഖല. അത് കഴിഞ്ഞ് എന്ത് പള്ളിയിൽ നടന്നു വി ഡോണ്ട് കെയർ. എന്ത് ഭദ്രാസനം എന്ന് പറയുന്നത് ഉണ്ടോ? എന്താ അതിന്റെ രീതി? ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമോ? ഭദ്രാസനം അതെവിടാ? അത് നമ്മളുമായിട്ടുള്ള ബന്ധം എന്താ? നമ്മുടെ അച്ഛൻ വരുന്നു, കുർബാന ചെല്ലുന്നു, എല്ലാ കാര്യങ്ങളും പെരുന്നാളുകളും അച്ഛന്മാരുടെ ആഭിമുഖ്യത്തിൽ കടകമ്പോടങ്ങളിൽ പോയി പിരിച്ചുകൊണ്ട് വന്ന് പൊട്ടിച്ച് അങ്ങനെ സുന്ദരമായി ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാൾ നടന്നു. യേശുവിന്റെ അമ്മ, യേശു, ശിഷ്യന്മാർ, വിരുന്നിന് വന്നവർ, പരിചാരകർ, വേലക്കാർ എല്ലാവരും കൂടെ സംഘടിച്ചപ്പോൾ വക്കോളവും നിറഞ്ഞ കൽപാത്രങ്ങളിലെ വെള്ളം ശ്രേഷ്ഠകരമായ വീഞ്ഞായി മാറി. എല്ലാവർക്കും സന്തോഷം. ഈ കുറവ് ആരും അറിഞ്ഞിട്ടില്ല. അമ്മ മാത്രമേ അറിഞ്ഞുള്ളൂ കുറവ് വരുന്നുണ്ട് എന്ന്. മറ്റാരും അപമാനത്തിലേക്ക് വീണില്ല. അങ്ങനെ ദൈവമാതാവിന്റെ മധ്യസ്ഥതയും ശിഷ്യൻ
ശിഷ്യന്മാരുടെ സാന്നിധ്യവും നമ്മുടെ 40 ദിവസത്തെ 50 ദിവസത്തെ യാത്രയ്ക്ക് നമുക്ക് വേണ്ട സഹായങ്ങളും മധ്യസ്ഥതയും അണയ്ക്കുവാൻ ഇടയാകട്ടെ. ദൈവത്തിന് മഹത്വവും മനുഷ്യർക്ക് മാനവും നൽകുന്ന ഒരു രൂപാന്തരത്തിന്റെ അനുഭവം ഇന്നും നാളെയും മറ്റേതുമായി ഇവിടെ നടക്കുന്ന സുവിശേഷ യോഗങ്ങളിൽ സംബന്ധിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ഇടവകയ്ക്കും നിങ്ങളുടെ പ്രവർത്തന മേഖലയിലും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും ഉണ്ടാവുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഈ 3 ദിവസത്തെ ബത്തേരി മേഖലാ കൺവെൻഷൻ വലിയ പരിസരം ദൈവനാമ മഹത്വത്തിനായി ഞാൻ ഉദ്ഘാടനം ചെയ്ത് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.